കോണ്ട് എത്തിക്കൽ ഫണ്ട്, ക്വാണ്ടം മ്യൂച്വൽ ഫണ്ട് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു തീമാറ്റിക് ഫണ്ട്. ഈ ഫണ്ടിൻ്റെ NFO 2 ഡിസംബർ മുതൽ 16 ഡിസംബർ വരെ സബ്സ്ക്രിപ്ഷന് ഓപ്പൺ ആണ്. എന്താണ് എത്തിക്കൽ ഫണ്ട്? ഇന്ന് മറ്റേതെങ്കിലും മ്യൂച്വൽ ഫണ്ടുകൾ ഇതേപോലെയുള്ള എത്തിക്കൽ ഫണ്ടുകൾ ലോഞ്ച് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ? എത്തിക്കൽ ഫണ്ടിൻ്റെ പ്രത്യേകതകൾ എന്താണ്? ഇത് ഏത് കാറ്റഗറിയിൽ പെടുന്ന ഫണ്ടാണ്? ഈ ഫണ്ടിൽ നിക്ഷേപങ്ങൾ നടത്തിയാൽ നമുക്കുണ്ടാകാവുന്ന ബെനിഫിറ്റുകൾ എന്താണ്? നഷ്ടസാധ്യതകൾ എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണയായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെടുന്ന വ്യക്തികൾ ശരിയ നിയമങ്ങളെല്ലാം സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന വ്യക്തികൾ സാധാരണയായിട്ട് അൺഎത്തിക്കലോ അല്ലെങ്കിൽ ഹറാമായിട്ടുള്ള നിക്ഷേപ പദ്ധതികളിൽ അവർ സാധാരണയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനും ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നുള്ള ബെനിഫിറ്റ് നേടിക്കൊടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇതേപോലെയുള്ള ഫണ്ടുകൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ നിലവിൽ ശരിയ നിയമങ്ങൾ ഫോളോ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന 2 ഫണ്ടുകളേ ഉള്ളൂ: ടാറ്റ എത്തിക്കൽ ഫണ്ടും ടോറസ് എത്തിക്കൽ ഫണ്ടും. ടാറ്റ എത്തിക്കൽ ഫണ്ട് കഴിഞ്ഞ 25 വർഷത്തിൽ കൂടുതലായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഫണ്ടാണ്. ഏകദേശം 1 മാസം മുന്നേ ടാറ്റ എത്തിക്കൽ ഫണ്ടിൻ്റെ വിശദ വിവരങ്ങൾ കാണിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഐ ലിങ്കിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോയും കൂടി കണ്ടു നോക്കുക. ഈ സ്കീമിൻ്റെ ഡോക്യുമെൻറ്റ്സ് അനുസരിച്ച് ഈ സ്കീമിൽ കളക്ട് ചെയ്യുന്ന എമൗണ്ട് ശരിയ കംപ്ലൈൻ്റ് ആയിട്ടുള്ള കമ്പനികൾക്ക് അല്ലെ ശരിയ നിയമം അനുസരിച്ചിട്ട് ആ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളുടെ ഷെയറുകളിൽ മാത്രമാണ് നിക്ഷേപം നടത്തുകയുള്ളൂ. ഈ ഫണ്ട് ബെഞ്ച് മാർക്ക് ചെയ്യുന്നത് നിഫ്റ്റി 500 ശരിയ ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് എന്ന് പറയുന്ന നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സിനെയാണ്. ഈ ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 500 കമ്പനികളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള, അതോടൊപ്പം തന്നെ ശരിയ നിയമങ്ങൾ ഫോളോ ചെയ്യുന്ന 30 മുതൽ 50 വരെ കമ്പനികളിലാണ് ഈ ഫണ്ട് നിക്ഷേപം നടത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഫണ്ടിൽ മിനിമം നടത്തേണ്ട നിക്ഷേപം 500 രൂപയാണ്. അതോടൊപ്പം ഡെയിലി SIP ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ മിനിമം 100 രൂപയും, മന്ത്ലി SIP ആണെങ്കിൽ മിനിമം 500 രൂപയുമാണ് നിക്ഷേപം നടത്തേണ്ടത്. ആൽക്കഹോൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കമ്പനികൾ, ഗാംബ്ലിങ്, ടൊബാക്കോ, വൾഗറായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികൾ, ഫിലിം എക്സിബിഷൻ, മീഡിയ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് കണ്ടൻറ്റ്, ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, പണവുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് നടത്തുന്ന സ്ഥാപനങ്ങൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക്സോ, NBFCയോ അതേപോലെയുള്ള കമ്പനികൾ, നാർക്കോട്ടിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് കൈകാര്യം ചെയ്യുന്ന കമ്പനികൾ, ലെതർ ഇൻഡസ്ട്രീസ്, മീറ്റ് ആൻഡ് പോൾട്രി ഇൻഡസ്ട്രീസ്. പൊതുവേ ഇതേപോലെയുള്ള ഫണ്ടുകൾ അവർ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന കമ്പനികൾ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള കമ്പനികളിൽ സാധാരണയായിട്ട് നിക്ഷേപം നടത്താറില്ല. കാരണം അത് ശരിയ പ്രിൻസിപ്പിളിന് എതിരായിട്ടുള്ള കമ്പനികളാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വ്യക്തികൾ അല്ലെങ്കിൽ ശരിയ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് ഹറാമാണ്. ഒരു നിക്ഷേപത്തിന് ഒരു കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ പലതരത്തിലുള്ള സ്ക്രീനിങ് നടത്താറുണ്ട്. ഇന്ന് ഇന്ത്യയിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഈ ഫണ്ട് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരെ ബാലൻസ് ഷീറ്റ് അനലൈസ് ചെയ്യുമ്പോൾ ആ കമ്പനി ഒരുപാട് കടം വാങ്ങിയിട്ടാണ് ആ ബിസിനസ് നടത്തുന്നത്. അവരുടെ ടോട്ടൽ അസറ്റിൻ്റെ 25% കൂടുതൽ കടം വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെയുള്ള കമ്പനികളിൽ നിക്ഷേപം നടത്തുകയില്ല. നിക്ഷേപം നടത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്ന കമ്പനികൾ അവരെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അനലൈസ് ചെയ്യുമ്പോൾ അവരുടെ ഇൻകത്തിൽ 4% കൂടുതൽ ഇൻട്രസ്റ്റ് ഇൻകം വരാൻ പാടില്ല. ഇതിന് ഒരുപാട് ക്രൈറ്റീരിയകൾ ഫോളോ ചെയ്തിട്ടാണ് ഇതേപോലെയുള്ള ഫണ്ടുകളിൽ സ്റ്റോക്ക് സെലക്ഷൻ നടത്തുന്നത്. ഇതേപോലെയുള്ള ഫണ്ടുകളിൽ ഫണ്ട് മാനേജറിൻ്റെ റോള് വളരെ ലിമിറ്റഡ് ആണ്. കാരണം ശരിയ യൂണിവേഴ്സിൽ വരുന്ന കമ്പനികളിൽ സ്ക്രീൻ ചെയ്യുന്നത് ഇതിന് എക്സ്പേർട്ട് ആയിട്ടുള്ള സ്കോളേഴ്സാണ് ഇതിൻ്റെ സ്ക്രീനിങ് നടത്തുന്നത്. ആ സ്കോളേഴ്സിൻ്റെ സ്ക്രീനിങ്ങിൽ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെയും അതോടൊപ്പം തന്നെ ശരിയ നിയമങ്ങളും മാച്ച് ചെയ്യുന്ന കമ്പനികൾ ഈ സ്കോളേഴ്സ് തിരഞ്ഞെടുത്തിട്ട് ഫണ്ട് മാനേജേഴ്സിന് കൊടുക്കും. ഫണ്ട് മാനേജേഴ്സിൻ്റെ ലെവലിലും ഇതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി നടത്തി അവർ ഇൻവെസ്റ്റേഴ്സിന് നല്ല ലാഭം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ഗ്രോത്ത് ഉള്ള കമ്പനികൾ അല്ലെങ്കിൽ നല്ല ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കമ്പനികളിൽ മാത്രമായിരിക്കാം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതൊരു തീമാറ്റിക് ഫണ്ടാണ്. അതോടൊപ്പം തന്നെ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള നിക്ഷേപകർ മാത്രമായിരിക്കണം ഇതേപോലെയുള്ള ഫണ്ടുകളിൽ നിക്ഷേപം നടത്തേണ്ടത്. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഫിനാൻഷ്യൽ പ്ലാനിംഗ്, ഇൻഷുറൻസ് പ്ലാനിംഗ്, ടാക്സ് പ്ലാനിംഗ്, റിട്ടയർമെൻറ്റ് പ്ലാനിംഗ് ഇതേപോലെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്മാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിംഗ് എന്ന പേരിൽ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുവാൻ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് ഒരു മെസ്സേജ് അയയ്ക്കുക. ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്തതുപോലെ ഇത് ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുന്ന ഒരു ഫണ്ടാണ്. ഇതൊരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഇക്വിറ്റി ഫണ്ട് പോലെയാണ് മാനേജ് ചെയ്യുന്നതെങ്കിലും ഒരു ഫണ്ട് മാനേജറെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരു കമ്പനി നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കമ്പനിയാണ്, ഫ്യൂച്ചറിലേക്ക് നല്ല ഗ്രോത്ത് ഉള്ള ഒരു കമ്പനിയാണ്, നല്ലൊരു ഗെയിൻ അതിൽ നിന്ന് ലഭിക്കാൻ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു കമ്പനി ആണെങ്കിൽ തന്നെയും ഈ ശരിയായ നിയമങ്ങൾ ഫോളോ ചെയ്യുന്നത് കാരണം ഈ ഫണ്ട് മാനേജറിന് നിക്ഷേപം നടത്തുവാനായിട്ട് റെസ്ട്രിക്ഷൻ ഉണ്ടാവാം. അത് കാരണത്താൽ ഈ ഫണ്ടിൽ നിക്ഷേപം നടത്തുന്ന ഒരു നിക്ഷേപകന് ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മറ്റുള്ള ഡൈവേഴ്സിഫൈഡ് ഫണ്ട് പോലെ ഒരു റിട്ടേൺസ് ചിലപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധ്യമല്ല. ഇതൊരു തീമാറ്റിക് ഫണ്ട് പോലെ ഓപ്പറേറ്റ് ചെയ്യുന്നെങ്കിലും ഇന്ത്യയിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള മിക്കവാറും എല്ലാ സെക്ടറിലുള്ള കമ്പനികളിലും ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല, പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള ഇക്വിറ്റി ഫണ്ടുകൾ പോലെ തന്നെ ഈ ഫണ്ടും ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുന്ന ഒരു ഫണ്ടാണ്. നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുന്നേ ഈ ഫണ്ടിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് മനസ്സിലാക്കുക, അതിനുശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.